ഹായ് ഫ്രണ്ട്സ്. ബിജുസ് കിച്ചൺ ആൻഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരുള്ള എസ്എൻപുരത്തെ അസ്മാബി കോളേജിനടുത്തുള്ള പൊന്നൂസ് അക്വ ക്ലിനിക്കിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി കാഴ്ചയാണ്. അതായത് ഇപ്പോൾ എല്ലാ കുട്ടികളെ സംബന്ധിച്ച് മത്സ്യകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാര മത്സ്യം ആയിക്കോട്ടെ, ചെറിയ ചെറിയ മത്സ്യങ്ങളായിക്കോട്ടെ, അത് വളർത്താൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ എല്ലാത്തരം മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങൾ കിട്ടും. അതേപോലെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പാടശേഖരങ്ങളിൽ വളരുന്ന മത്സ്യങ്ങളുടെ വരെ ഇവിടെ അതിൻ്റെ പുതിയ ഫോമിലാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയതൊക്കെ കാണാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത് സപ്പോർട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പൊന്നൂസിൽ എത്തിയിട്ടുണ്ട്. പൊന്നൂസിലെ അഖില മാഡം ഇവിടെ എന്റെ കൂടെ ഉണ്ട്. മാഡത്തിനോട് എല്ലാ വിശേഷം നമുക്ക് ചോദിക്കാം. നമസ്കാരം. അപ്പോൾ അഖില മാഡത്തിൻ്റെ ടോട്ടല് ബിസിനസ് സംഭവങ്ങളും അതോടൊപ്പം തന്നെ പഠനം അതെല്ലാം കൂടി കൂടിയുള്ളൊരു മേഖലയാണിത്. അപ്പോൾ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വ്യക്തമായിട്ട് പറയാമോ കാര്യങ്ങൾ? ഇത് അഗ്രി ക്ലിനിക് ആൻഡ് അഗ്രി ബിസിനസ് സെൻ്ററിൻ്റെ അംഗീകാരത്തോടു കൂടി നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർഷകർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന കൺസൾട്ടൻസി ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കർഷകർക്ക് വേണ്ട ഹോൾസെയിൽ റേറ്റിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ കൊടുക്കുക, അതിൻ്റെ മത്സ്യത്തീറ്റകൾ, അതുപോലെ തന്നെ മറ്റ് ഇതൊക്കെ നമ്മുടെ മറ്റ് ക്ലാസ്സുകൾ, മെഡിസിൻ, ഇതെല്ലാം കൂടെ. പിന്നെ ഇതിന് മത്സ്യക്കുഞ്ഞുങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് മാർക്കറ്റിംഗ് വേണ്ട ഹെൽപ്പുകളൊക്കെ അതായത് കൊണ്ടുപോകുന്നത് തുടങ്ങി അവസാനം വരെയുള്ള എല്ലാ ഹെൽപ്പുകളും. അതെ, ഇനിയിപ്പോൾ മത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അവർക്ക് വിൽക്കാൻ കഴിയാത്ത മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അത് നമ്മൾ ചെയ്യും. അപ്പോൾ അതായത് എല്ലാ തരത്തിലും, അതായത് ഒരു മത്സ്യക്കുഞ്ഞിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ സഹായവും നിങ്ങൾ ഇന്ന് കിട്ടും. അപ്പോൾ ഈ ട്രെയിനിങ് സെന്ററിന് ചെറിയൊരു ഫീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ട്രെയിനിങ് സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഇനീഷ്യൽ ഒരു ഇത് വാങ്ങിക്കുന്നതാണ്. അത് തുടങ്ങി പിന്നീട് അവർ എത്ര വർഷം കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ഫോളോപ്പും നമ്മൾ ചെയ്യും. പിന്നീട് നമ്മൾ പൈസ തുടക്കത്തിലൊരു ഇനീഷ്യൽ ഫീസ് ഇവിടുന്ന് വാങ്ങും. എല്ലാ മാർഗനിർദ്ദേശങ്ങളും എല്ലാം ചെയ്തു. അപ്പോൾ ശരിക്കും ഒരു കർഷകന് ഇവിടെ വന്ന് സാധനം വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങി നിങ്ങളുടെ ഉത്തരവാദിത്വം തുടങ്ങാം. അതെ, അത് വലിയൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മളുടെ കാർഷിക മേഖലയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനമായിട്ട് ഇതിന്റെ വശങ്ങൾ അറിയാതെ കർഷകർ പല കൃഷിയിലും ചെന്ന് ചാടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് നഷ്ടം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നു. ഇത് വെള്ളം ഫ്രീ ആയിട്ട് പരിശോധിച്ച് കൊടുക്കുന്നതാണ്. വെള്ളം മാത്രമല്ല, ബാക്കി എല്ലാം വെള്ളം ചെയ്യണം. പിന്നെ ഫസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കുളത്തില് ആദ്യം നമ്മൾ വാട്ടർ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മത്സ്യക്കുഞ്ഞുങ്ങൾ കൊടുക്കുള്ളൂ. അല്ലാണ്ട് തന്നെ ലാബ് ടെസ്റ്റുകളെല്ലാം ഫ്രീ ആണ്. അസുഖങ്ങൾ വരുന്നത് ചെക്ക് ചെയ്യല്, ആ മീൻ ചത്തുപോയാൽ അത് എന്ത് കാരണം കൊണ്ടാണ് ചത്തുപോയത്, അതിന്റെ പോസ്റ്റ്മോർട്ടം, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്യും. അപ്പൊ മാഡത്തിന്റെ ക്വാളിഫിക്കേഷൻ? ഞാൻ ഡോക്ടറാണ്, ഫിഷറീസിലാണ്, MSc PhD. അപ്പൊ അതുകൊണ്ട് ഈ മേഖലയില് പ്രാക്ടിക്കലും തിയറിയൊക്കെ ഒരുമിച്ച് തന്നെയാണ്. കുറെ കർഷകരെ കൂടി നടന്ന് അങ്ങനെ പ്രാക്ടിക്കലായിട്ട് കുറെ കാര്യങ്ങൾ കിട്ടി. പക്ഷെ മാഡത്തിന്റെ കൂടെ പഠിച്ചവരൊക്കെ ഇതേ മേഖലയിൽ തന്നെ ഉണ്ടോ? എല്ലാവരും ഒന്നുമില്ല. അതെ, കാരണം ഒരു ഡിഗ്രിക്ക് വേണ്ടി മാത്രം പഠിച്ചവരായിരിക്കും കുറെ അധികം പേര് ഓരോരോ മേഖലയിലേക്ക് പോയി. ഫിഷറീസിൽ തന്നെ നിന്നവര് വളരെ കുറവാണ്. ഇതിന് കുറച്ച് ബുദ്ധിമുട്ട് ശരിക്കും ഇതിന്റെ പിന്നാലെ എന്താന്ന് വെച്ചാല് രാത്രിയും പകലും യാത്ര ചെയ്യേണ്ടി വരും. രാവിലെ ഓക്സിജൻ ഡെപ്രീഷൻ വരും. അപ്പൊ ഫാമിൽ പോകേണ്ടി വരും. പിന്നെ ഫാമിലൊന്നും വണ്ടി ചെല്ലുന്ന സ്ഥലങ്ങളാവില്ല. അപ്പൊ നടക്കേണ്ടി വരും. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റാതൊക്കെ വരും. അങ്ങനെയൊക്കെ ഈ മേഖലയിലേക്ക് ശരിക്കും ഡെഡിക്കേഷൻ വേണം നമ്മുടേതായിട്ടുള്ള. യാത്ര നന്നായിട്ടുണ്ടാവും. ഇപ്പോഴത്തെ യാത്രക്ക് തയ്യാറായി നിൽക്കുകയാണ് അടുത്ത ഫാമിലേക്ക് അല്ലേ? ഓക്കെ, വളരെ സന്തോഷം ഞങ്ങളോട് സഹകരിച്ചതിന്. അപ്പൊ തുടർന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും സമീപിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്.
അക്വേറിയം സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, പിന്നെ ഫീഡ്, മെഡിസിൻ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ. അക്വേറിയം നിങ്ങളുടെ തന്നെ ഉണ്ടാവില്ല? അതെ. അക്വേറിയൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? സ്റ്റോണുകൾ അക്വേറിയം സെറ്റ് ചെയ്യാനുള്ള. ഫീഡുകളുണ്ട്, ചെറിയ ചെറിയ മെഡിസിനുകളുണ്ട്, തീറ്റ. അതന്നെ ഫീഡ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി നമ്മുടെ എന്താ പറയുക അക്വേറിയത്തിലിടുന്ന ഓക്സിജന്റെ വാൽവ്, അതേപോലെ കല്ലുകൾ, സ്റ്റോണുകൾ കണ്ടാൽ നല്ല അടിപൊളി കളർ സ്റ്റോണുകൾ. ഇതിപ്പോൾ ഞങ്ങൾ ഹാച്ചറിയുടെ ഉള്ളിലുള്ളത്. ഇത് കണ്ടത് കുറേ മത്സ്യക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരുകളും വിവരങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. കാരണം എല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരേപോലെ തന്നെ തോന്നണേ. വ്യത്യസ്ത മീനുകളാണ്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം. അവരിപ്പോൾ വരും. അവരിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അവരാണ് ഇവിടുത്തെ താരങ്ങൾ. അതെ വേണ്ടതേ. ഈ മീനേതന്ന് സിൽവർ സ്കാർപ്പ് വിട്ടേ. കയ്യിൽ വെള്ളത്തിലാ ജീവിക്കാൻ പറ്റുള്ളൂ, എന്റെ കയ്യിൽ ജീവിക്കാൻ പറ്റില്ല. ഇത് എത്ര ഉണ്ടാവും ഇതിനുള്ളില്? 3000 ഒക്കെ ഉണ്ടാവും അല്ലേ? കാണുമ്പോ ചെറിയ. ഇതിനിപ്പോ എത്ര റേറ്റ് വരുന്നുണ്ട് ഒരെണ്ണത്തിന്? 5 അല്ലേ? ഹോൾസെയിൽ ആവുമ്പോ കുറയ്ക്കുന്നു തോന്നല്ലേ? അതെ. നിങ്ങൾ എപ്പോഴും ഇത് കൂടി ഉണ്ടാവൂലേ? സാധനങ്ങളുണ്ടോ? അതുണ്ടോ? ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അവനോട് ഒക്കമില്ല. അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ ചിലതിനൊക്കെ. ഇത് വലിപ്പമുള്ള സൈസ് അനുസരിച്ച് വില. ഈ 1-2 ഇത് തമ്മിൽ അടി കൂടിയിട്ട് ചാവണതാണോ? പിന്നെ ഒരു മെയിൻ താരുണ്ടോ അവിടെ? ആരാപ്പയ്മ നമുക്ക് കാണാൻ. ആരാപ്പയ്മ 40 കിലോത്തിൽ കൂടുതൽ വരും അല്ലേ? പിന്നെ ആള് പക്ഷെ കാണാം. ഇവനെ പൊക്കാൻ പറ്റുമോ? തൊടാൻ പറ്റില്ല, അത് സമ്മതിക്കില്ല. അടിക്കൂല്ലേ? തൊടാൻ പറ്റില്ല. ജസ്റ്റ് തൊട്ട് നോക്കാൻ പറ്റും. തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിപ്പോ ഒരു വെള്ളം ഒരു തെറിപ്പിക്കലുണ്ടാവും. തൊട്ടാ നിങ്ങൾ തൊട്ടാൽ മതി. അവൻ താന്നപ്പോ തൊട്ട് കഴിഞ്ഞപ്പോ ചതമ്പര് വീട്ടിൽ വെക്കണ ഭാഗ്യാണെന്നൊക്കെ പറയും. അതെ, ഐശ്വര്യമുള്ള മീനാണെന്ന് അല്ലേ? ഇവനെന്തിനാ ഇതിലിട്ടേക്കണിങ്ങനെ? ഇവനെ ഇവിടെ ചെറുതിലെ വാങ്ങിക്കൊണ്ടാണ്. അതെ. എത്ര നാളുണ്ടോ ഇവന് ഇത്ര ആയത്? ഇപ്പൊ ഒരു 8-9 കിലോ ഉണ്ടാവും. ഒരു 10 കിലോ ഉണ്ടാവും. ഇവന് ചെറിയ മീനുകളെ തിന്നോ? ഇപ്പൊ തന്നെ അതിന് ഒരു കരിപ്പിടേനെ ചാടിപ്പോയി അവനെ വെട്ടി. വെട്ടിയല്ലേ? മീൻ കണ്ടപ്പോ കിട്ടുമല്ലേ? ഇതിലും വലിയ ടാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലും വലുതാവുക. വിശക്കുന്നില്ല. വിശപ്പുള്ള സമയത്ത് എപ്പോ കിട്ടുമല്ലേ? ജീവനുള്ളതിനെ തിന്നാനായിരിക്കും അവന് കൊതി. ഗോൾഡ് ഫിഷാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ ആളൊരു താരമാണ്. നമ്മള് കാണിച്ചില്ല. ഇത് കട്ട്ല എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? ഇതൊന്നും ഏകദേശം 2-3 കിലോ. അതെ, അത്ര നോക്കിയല്ലേ? പുഴയിലൊക്കെ കണ്ടുവരുന്നു. ഉണ്ട്, പുഴയിലൊക്കെ ഉണ്ട്. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള കുഞ്ഞാണ്. നിങ്ങളത് അപ്പൊ എത്ര വലിയ കുളമാണ്? ഒരു 4 സെന്റ് 4 സെന്റ് കുളമാണ്. അപ്പൊ എത്ര എണ്ണം ഇടാൻ പറ്റും? ഏകദേശം 500. കൊടുത്തു. നിങ്ങളുടെ കൂടെ കാരി എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഇത് നല്ല മെഡിസിനാന്ന് പറയുന്നത്. ഇതാണ് ഗ്രാസ് കാർപ്പ്. ഇത് എത്ര വെയിറ്റ് വയ്ക്കും? ഇതൊരു 1 കിലോ 1.5 കിലോ. എത്ര ആ ടാങ്കല്ലേ? ഇല്ല, ഇത് തന്നെ ഗ്രാസ് കാർപ്പ് തന്നെ വെച്ചാണല്ലേ?
വാളനെ കണ്ടല്ലേ വാളനെ കാണിച്ചു. പക്ഷെ അത് ശരിക്കും പാടശേഖരങ്ങളിൽ വളർന്ന വരാല് തന്നെയല്ലേ? പാടശേഖരങ്ങളിൽ വളരുന്ന സാധനത്തിന് തന്നെ ഹൈബ്രിഡ് ആക്കി ഇപ്പൊ ഇത് നല്ലോണം സെയിലുണ്ട് നല്ല സെയിലുണ്ട്. ഇതാണ് മക്കൊരുക്കി കൊണ്ടിട്ട് വന്നോന്ന് തന്നെ പോയി കുറെ. അതെ, ഇതിന്റെ കൊച്ചു ഇതിന്റെ ഇത് ഈ പറഞ്ഞ 2-3 കിലോ വെയിറ്റ് ഒക്കെ വെക്കൂലേ? ആ ഇത് കണ്ടോ? അതെ, ഇത് നമ്മുടെ നാട്ടില് പാടത്തുണ്ടാവുന്ന ഒരു തരമല്ലോ ഈ സാധനം. ഹൈബ്രിഡ് എല്ലാം ഹൈബ്രിഡ് ആണല്ലോ. ഇത് പാടത്തുണ്ടാവുന്നതാണ് ശരിക്കും ഹൈബ്രിഡ് ആണ്. 1 കിലോ വരെ വെയിറ്റ് വരും അല്ലേ? ഇതിന്റെ അകത്ത് വേറെ താരങ്ങള്. അതെ, അത് ചാടി കടു നിർത്തറ ഒരു കടുവ ഉണ്ട്. ആ കടുവ എന്ന് പറഞ്ഞാൽ കാജിയല്ലേ? കാജി ഇതിങ്ങനെ ഭയങ്കര കുത്തുകൂട്ടാ. പാടത്ത് പണ്ട് മീനൊക്കെ പിടിക്കാൻ പോയപ്പോണ്ടല്ലോ ഈ സാധനം കുത്തി നമ്മുടെ ഇടപാട് തീർത്തുണ്ട്. ഓക്കെ, അവനങ്ങോട്ട് മീൻ പിടിക്കാൻ പോലും അറിയാത്ത ആളിന് കൂടെ കൊണ്ട് മീനെ പിടിക്കാൻ നടക്കണം. മീൻ പോവും, മീൻ ഇടിച്ച്. അതെ, ഏതായാലും വെള്ളത്തിൽ കിട്ടേക്ക് അവർ കൊല്ലണ്ടല്ലോ. നമ്മൾ നേരത്തെ കണ്ട ഗ്രാസ് കാർപ്പ് തന്നെയാണ്. വീണ്ടും ഞാനൊന്ന് പൊക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു വലുതായിട്ടുണ്ട് നേരത്തേക്കാളും. രണ്ടെണ്ണത്തിന് കിട്ടിയുള്ളൂ. കോരിയിട്ട് എണ്ണീന്ന് കൊടുക്കണല്ലേ? ഇമാര് നല്ല ആരോഗ്യമുള്ള ടീമാണല്ലേ? എത്ര ഇത് വലിപ്പം വരും? ഇത് നല്ല വലിപ്പം വയ്ക്കും. 4 കിലോ 5 കിലോ ഒക്കെ. ഓക്കെ, 4 കിലോ 5 കിലോ ഒക്കെ വലിപ്പം വയ്ക്കും. വാളക്കുഞ്ഞുണ്ടോ? വാളക്കുഞ്ഞ് ഇപ്പൊ തന്നെ ഞങ്ങൾ നിൽക്കണ സമയത്ത് തന്നെ ഒരു പാർട്ടി കൊണ്ടുപോയി 500 എത്ര ഉണ്ടായി? 500 എണ്ണം കൊണ്ടുപോയി. എന്ത് മീനാന്ന് പറഞ്ഞത്? രോഹു. ഇതാണ് റോഹു. രോഹു. അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞത് ഭയങ്കര ചാട്ടക്കാരനാന്ന് പറയണേ. ഇതിന്റെ വെയിറ്റ് എത്ര വരും വലുതാകുമ്പോ? 30 കിലോ വരെ വെയിറ്റ് വരും. കാഴ്ചയിൽ ഇപ്പൊ ഒരു 2 സെന്റിമീറ്റർ പോലും ഇല്ല. പക്ഷെ 30 കിലോ ആവണം മുതലെണ്ണ കിടക്കണം. ആ 2 ടാങ്കിലും സെറ്റ് ചെയ്യണത് അത് തന്നെയാണല്ലേ? ഡിമാൻഡുള്ള ഐറ്റം ആണോണല്ലത്? റേറ്റ് മൊത്തത്തിൽ ഇവിടെ കുറവാണ് കേട്ടോ. മീനിന്റെ റേറ്റ് ഒക്കെ കുറവുള്ള സ്ഥലം. ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടില്ലായിരുന്നോ? അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാ മത്സ്യക്കുഞ്ഞുങ്ങളും ചുറ്റുപാടുകളും വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.